ഡെങ്കിപ്പനിക്കെതിരായ ലോകത്തിലെ ആദ്യത്തെ സിംഗിൾ ഡോസ് വാക്സിൻ അംഗീകാരം നൽകി ബ്രസീൽ. വർദ്ധിച്ചുവരുന്ന താപനില കാരണം രോഗം ആഗോളതലത്തിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിനിടെയാണ് ആശ്വാസ വാർത്ത. 2024 കണക്കനുസരിച്ച് ആഗോളതലത്തിൽ 1.46 കോടിയിലധികം ഡെങ്കിപ്പനി കേസുകളും ഏകദേശം 12,000 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. സാവോ പോളോയിലെ ബുട്ടാൻടാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച ബുട്ടാൻടാൻ ടി.വി. വാക്സിനാണ് അധികൃതർ അംഗീകാരം നൽകിയത്. 12 മുതൽ 59 വയസ്സ് വരെയുള്ളവർക്ക് വാക്സിൻ ഉപയോഗിക്കാം. 8 വർഷത്തെ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ബുട്ടാൻടാൻ ടി.വി. വികസിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. 6000-ലധികം സന്നദ്ധ പ്രവർത്തകർ പങ്കെടുത്ത പരീക്ഷണങ്ങളിൽ പുതിയ വാക്സിൻ 91.6% ഫലപ്രാപ്തി തെളിയിച്ചു. ബ്രസീലിലെ ശാസ്ത്ര ആരോഗ്യരംഗത്തെ സംബന്ധിച്ച് ചരിത്രപരമായ നേട്ടമാണിത്. പതിറ്റാണ്ടുകളായി ആളുകളെ ബാധിക്കുന്ന രോഗത്തെ ഇനി ശക്തമായി നേരിടാമെന്ന് ബുട്ടാൻടാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ എസ്പർ കല്ലാസ് പറഞ്ഞു. നിലവിൽ ലോകമെമ്പാടും ലഭ്യമായ ഏക ഡെങ്കി വാക്സിൻ ടാഗ് 003 ആണെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. ഇതിന് 3 മാസത്തെ ഇടവേളയിൽ 2 ഡോസുകൾ എടുക്കേണ്ടതുണ്ട്. ശുദ്ധജലത്തിൽ വളരുന്ന ഈഡിസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പകർത്തുന്നത്. പകൽ സമയങ്ങളിലാണ് ഇവ മനുഷ്യനെ കടിക്കുന്നത്. വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് 3 മുതൽ 14 ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. പെട്ടെന്നുണ്ടാകുന്ന കഠിനമായ പനി, കടുത്ത തലവേദന, കണ്ണുകൾക്ക് പിന്നിലും പേശികളിലും സന്ധികളിലും വേദന, നെഞ്ചിലും മുഖത്തും ചുവന്ന തടിപ്പുകൾ, ഓക്കാനവും ഛർദിയും എന്നിവയാണ് തുടക്കത്തിൽ കാണുന്ന രോഗലക്ഷണങ്ങൾ.